നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഈ ജോലി വേണ്ടെന്ന് വെക്കുക മാഡം. രാജിക്കത്തോ? എന്തിനാ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ജോലി രാജിവെക്കാൻ മാത്രം എന്തെങ്കിലും പ്രശ്നം മാഡത്തിനുണ്ടോ? സാറിന്റെ വീട്ടുകാരായിട്ട് വഴക്കോ അങ്ങനെ എന്തെങ്കിലും? മാഡത്തിന്റെ സംസാരത്തിൽ നിന്ന് എനിക്കിങ്ങനെ തോന്നിയിരുന്നു. ശാലിനി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കൂ. ദൂരെ എവിടെയും പോയിട്ടുണ്ടാവില്ല. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടല്ലോ. ഇല്ലെങ്കിൽ മാഡം ഇങ്ങനെ സംസാരിക്കില്ല. എന്താ വിഷ്ണു ചേച്ചിയമ്മ അവിടെ ഇല്ലേ? അവിടെ ഇല്ല മോളെ. പിന്നെ എവിടെ പോയി? അറിയില്ല. നീ ഒന്ന് ചത്താലും ഒരിറ്റ് കണ്ണീര് പൊടിക്കില്ല ഞാൻ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിന് ഭേദം എവിടെയെങ്കിലും പോയി ചത്തൂടെ? മറ്റുള്ളവർക്കെങ്കിലും സ്വസ്ഥ സമാധാനം കിട്ടുമല്ലോ. സുസ്മിതേ, എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. അത് നിന്റെ മുഖത്തുനിന്ന് അറിയാനുണ്ട്. കാര്യം എന്താ? കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയ പോലെയാ. മരമുറി ബിസിനസ് അടപടലെ മൂക്കും കുത്തി വീണ അവസ്ഥയാ ഇപ്പോ. ഗവൺമെന്റ് ഇപ്പോ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. രോഹിത്തെ, ഷീമക്കൊന്ന് വെട്ടാൻ പോയാ ഷീമക്കൊന്ന് വെട്ടണം. അല്ലാതെ വിലയുള്ള മരത്തിലേക്ക് കത്തിവെക്കാൻ പോയാ കാടിന്റെ മക്കൾ വെറുതെ ഇരിക്കോ? അവര് പണി തരും, നല്ല യമണ്ടം പണി. ഇനിയേ കൈയും കാലും ഇട്ട് പതച്ചാലും ഈ കേസ് കരക്കടുക്കില്ല. അപ്പൊ പിന്നെ മുടക്കിയ പണമൊക്കെ? അത് ഗോവിന്ദ. കേട്ടിട്ടില്ലേ? ഗോവിന്ദ ഗോവിന്ദ ആലാരേ ഗോവിന്ദ. നല്ല പാട്ടാ, പാടാനും എളുപ്പോ. സുസ്മിത, ഞാൻ ഉയിര് പോയ അവസ്ഥയില ഇങ്ങോട്ട് വന്നത്. വെറുതെ കുത്തി നോവിക്കാതെ. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ? രോഹിത്തെ, ഇതും ഇതിനപ്പുറം സംഭവിക്കുമെന്ന് കരുതി കൂട്ടി വേണമായിരുന്നു ഇതിനായിട്ട് ഇറങ്ങാൻ. ജീവിതത്തിൽ ഏത് ബിസിനസ്സാ റിസ്ക് എടുക്കാതെ നേടിയിട്ടുള്ളത്? പണം ഉണ്ടാക്കണോ? അതിന് അതിന്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷേ ഇതിപ്പോ പോലീസ് കേസാവും. ഞാൻ അകത്ത് പോവും. അകത്ത് പോവെങ്കിൽ പോണം. ചുമ്മാ പറയുന്നതല്ല. നാട്ടിൽ നിൽക്കുന്നതിനേക്കാൾ സുഖം ജയിലിൽ കിടക്കുന്നതാ. ഒരല്പം പിടിപാടും പുത്തം പൊട്ടിക്കാനുള്ള സോഴ്സും ഉണ്ടെങ്കിൽ ജയിലിനകത്ത് സ്വർഗമാ സ്വർഗം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.